لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد सीधी करके बैठे الله أكبر لا إله. പെരുന്നാൾ നമസ്കാരവും ശേഷമുള്ള ഈദിന്റെ ഖുത്ബയും ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്നതാണ് എന്നുകൂടെ സൂചിപ്പിക്കുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് കൂടെ ശേഷമായിരിക്കണം നാം ഓരോരുത്തരും ഈദ്ഗാഹിൽ നിന്ന് മടങ്ങേണ്ടത്. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم واعبد ربك حتى يأتيك اليقين. സമാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ റമദാൻ മാസത്തിൽ ആർജിച്ചെടുത്ത വിശുദ്ധിയോടുകൂടി, നേടിയെടുത്ത തഖ്വയോടുകൂടി മുസ്ലിം സമൂഹം ഒന്നടങ്കം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രകീർത്തിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ഈദിന്റെ മുസല്ലയിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. സത്യവിശ്വാസിയുടെ ആഘോഷം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രകീർത്തിച്ചുകൊണ്ടാണ്, ആ റബ്ബിനെ ഓർത്തുകൊണ്ടാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പിനെ നിർബന്ധമാക്കിയെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തിയത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയോടുകൂടെ ജീവിക്കുന്നതിന് വേണ്ടിയാണ്, തഖ്വയോടുകൂടെ നിലകൊള്ളുന്നതിന് വേണ്ടിയാണ്. ഈ ഒരു മാസക്കാലം യഥാർത്ഥത്തിൽ ഒരു ട്രെയിനിങ് പീരീഡായി, ഈ ഒരു മാസക്കാലം യഥാർത്ഥത്തിൽ ഒരു പരിശീലനമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ളതിനെ ഇഷ്ടപ്പെടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്തതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നതിനുള്ള ട്രെയിനിങ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചതുപോലെ റമളാനിന്റെ ഒന്നാമത്തെ രാത്രി മുതൽ ഇബ്ലീസ് ഉൾപ്പെടെയുള്ള എല്ലാ ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചങ്ങലകളിൽ ബന്ധിക്കുമെന്ന് പറഞ്ഞു. ആ റമളാൻ മാസം അവസാനിച്ച് ശവ്വാൽ കടന്നു വരുമ്പോൾ ആ ചങ്ങലകളിൽ നിന്നെല്ലാം അവർ മോചിപ്പിക്കപ്പെടുകയാണ്. വീണ്ടും പഴയ പോലെ നമ്മിലേക്ക് അവർ കടന്നു വരും, വീണ്ടും നമ്മിൽ വസ്വാസുകൾ ഉണ്ടാക്കും, വീണ്ടും തെറ്റുകളിലേക്ക് നമുക്ക് പ്രേരണ നൽകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റമദാൻ മാസത്തിൽ ആർജിച്ചെടുത്ത വിശുദ്ധി, ആ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ തഖ്വയെ കൈമുതലായിക്കൊണ്ട് അടുത്ത റമദാൻ വരെ ആ തഖ്വയെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാം മനസ്സിലാക്കേണ്ടതും നമ്മോട് തന്നെ പറയേണ്ടതും അസ്സൗമു ലയന്തഹി വൽ ഖുർആനു ലയർഹൽ വൽ മസാജിദു ലൻ തുഗ്ലഖ് വൽ ഇസ്തിജാബതു ലൻ തതവഖഫ് വൽ അജ്റു ലൻ യൻഖതി' വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ കുൻ റബ്ബാനിയ.
വലാ തകുൻ റമദാനിയ കുൻ റബ്ബാനിയ വലാ തകുൻ റമദാനിയ. പ്രിയപ്പെട്ടവരെ, നോമ്പെന്ന് പറയുന്നത് റമദാൻ മാസത്തിൽ മാത്രമുള്ളതല്ല. അസ്സൗമു ലയന്തഹി, നോമ്പ് അവസാനിക്കുന്നില്ല. ഇനി ശവ്വാലിൽ 6 നോമ്പുണ്ട്, തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പുണ്ട്, അയ്യാമുൽ ബീദിന്റെ നോമ്പുണ്ട്, ഇനി വരുന്ന ഒരുപാട് സുന്നത്ത് നോമ്പുകളുണ്ട്. റമദാനോട് കൂടി നോമ്പ് അവസാനിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ എങ്ങോട്ടും യാത്ര പോകുന്നില്ല. പരിശുദ്ധ ഖുർആൻ എങ്ങോട്ടും യാത്ര പോകുന്നില്ല. റമദാനോട് കൂടി അവസാനിക്കുന്നില്ല. വൽ മസാജിദു ലൻ തുഗ്ലഖ്, ഒരു പള്ളിയും അടച്ചിടപ്പെടുന്നില്ല. പരിശുദ്ധ റമദാൻ മാസത്തിൽ തുറന്ന പോലെ പള്ളികൾ ഇനിയും തുറന്നു കിടപ്പുണ്ട്. ആ പള്ളികൾ അനാഥമാവാൻ പാടില്ല. ആ പള്ളികളിലേക്ക് ഇനിയും നമ്മൾ കടന്നു ചെല്ലണം. വൽ ഇസ്തിജാബതു ലൻ തതവഖഫ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് അവസാനിപ്പിച്ചിട്ടില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇനിയും അല്ലാഹു ഉത്തരം നൽകും. വൽ അജ്റു ലൻ യൻഖതിഅ, നിങ്ങളുടെ പ്രതിഫലങ്ങൾ മുറിഞ്ഞു പോകുന്നതേയില്ല. ഇനിയും നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നതാ. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ആരാധന എന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള ഇബാദത്ത് എന്ന് പറയുന്നത് സീസണൽ അല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തേക്കോ ഒരു പ്രത്യേക കാലത്തേക്കോ ഉള്ളതല്ല. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വന്നെത്തുന്നത് വരെ നിങ്ങളുടെ റബ്ബിനെ ആരാധിച്ചു കൊണ്ടേയിരിക്കുക. കുൻ റബ്ബാനിയ വലാ തകുൻ റമദാനിയ, റമദാനിന്റെ മാത്രം ആളുകൾ ആവാതിരിക്കുക. ആ റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ നാം സ്വീകരിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കൊണ്ടാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് റമദാനിന്റെ മാത്രം ആളുകളാവുകയല്ല, റബ്ബിന്റെ ആളുകളാവുക. റമദാനിൽ ആർജിച്ചെടുത്ത വിശുദ്ധിയുമായി ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലേക്ക് മുന്നോട്ട് കടക്കുവാനും ആ തഖ്വയെ കൈമുതലായി ജീവിക്കുവാനും സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വർഗ്ഗം നേടിയെടുക്കുവാൻ സാധിക്കുക. വഉസ്ലിഫത്തിൽ ജന്നത്തുൽ മുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. മുത്തഖീങ്ങൾക്കാണ് നാളെ അല്ലാഹു സ്വർഗ്ഗത്തെ സമീപസ്ഥമാക്കി പിടിക്കുന്നത്. വിദൂരതയിലല്ലാതെ സ്വർഗത്തെ സമീപസ്ഥമാക്കുന്നതോ തഖ്വയോടുകൂടെ ജീവിക്കുന്ന ആളുകൾക്ക്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക്, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചതാണ് ആ സ്വർഗം. ആ സ്വർഗം നേടിയെടുക്കുവാനുള്ള വിശ്വാസത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് സന്തോഷത്തോടുകൂടി ഈദിന്റെ ആഘോഷത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ ശവ്വാലിന്റെ പിറയിലേക്ക് വന്നത് മുതൽ, ഈ ഈദിലേക്ക് പ്രവേശിച്ചത് മുതൽ ഒരു മാസക്കാലം ആർജിച്ചെടുത്ത വിശുദ്ധിയെ പടക്കം പൊട്ടിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടമില്ലാത്ത ആഘോഷങ്ങളുടെ രീതികളെ തെരഞ്ഞെടുത്തുകൊണ്ട് നശിപ്പിച്ചു കളയാനാണോ നാം ഉദ്ദേശിക്കുന്നത്? ഏറ്റവും ഉറപ്പുള്ള കയറുകൾ കൊണ്ടിങ്ങനെ പിരിച്ചൊരു വലിയ തടിച്ച കയറുണ്ടാക്കുകയും ആ കയറ് ഏറ്റവും ഫലവത്തായ രീതിയിൽ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞതിന് ശേഷം അതിന്റെ പിരികൾ ഓരോന്നായി ഉടച്ചുടച്ച് നാം നേടിയെടുത്ത വിശുദ്ധിയെ നമ്മൾ തന്നെ നശിപ്പിക്കുന്നതിനെ പറ്റി എന്താണ് ഇതിൽ പരം പറയാൻ സാധിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ടായിരിക്കണം. തക്ബീർ ധ്വനികളിലൂടെയാണ് നമ്മുടെ ആഘോഷം. അള്ളാഹു അനുവദിച്ച എല്ലാ ആഘോഷങ്ങളും നമുക്ക് വേണം. നമ്മുടെ കുടുംബ ബന്ധങ്ങളിലേക്ക് നമ്മൾ കയറി ചെല്ലണം. ഓരോ വീടുകളിലേക്കും നമ്മൾ കയറി ചെല്ലണം. ആ കുടുംബ ബന്ധത്തെ ചേർക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സഹോദരങ്ങളെ ഹസ്തദാനം ചെയ്തുകൊണ്ടും കെട്ടിപ്പിടിച്ചുകൊണ്ടും പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ട് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, നമ്മിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പരസ്പരം പ്രാർത്ഥിക്കുവാനും അനുമോദനങ്ങൾ അർപ്പിക്കുവാനും പരസ്പരം സമ്മാനങ്ങൾ കൈമാറുവാനും നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമുസ്ലിം സഹോദരങ്ങളുണ്ട്, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ട്. നമ്മളുമായി സാഹോദര്യത്തിലാണ് അവർ. സ്നേഹത്തോടുകൂടി അവരുടെ വീടകങ്ങളിലേക്ക് കയറി ചെല്ലുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചില്ലേ, നിങ്ങളുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ചുണ്ണുന്നവൻ വിശ്വാസിയല്ല എന്ന് പഠിപ്പിച്ച മഹിതമായ ആദർശത്തിന്റെ തെളിമയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളുടെ വീടകങ്ങളിലേക്ക് കയറി ചെല്ലുക. സ്നേഹത്തോടുകൂടി ഈ ഈദിന്റെ സന്തോഷം ആ നമ്മുടെ സഹോദരങ്ങൾക്ക് പകർന്നു കൊടുക്കുക. മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ ജാതിയെന്നോ മതമോ ഒന്നും നോക്കാതെ നമ്മുടെ അയൽപ്പക്ക ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുവാൻ, സൗഹൃദങ്ങളെ ചേർത്ത് പിടിക്കുവാൻ, മനോഹരമായി ഈ ഈദിനെ ആഘോഷിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ മാസത്തിൽ നാം ആർജിച്ചെടുത്ത വിശുദ്ധി, നാം നൽകിയ സ്വതക്കകൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു പ്രിയപ്പെട്ടവരെ, എത്ര സ്വതക്കകളാണ് ബീഹാറിലേക്കും ബംഗാളിലേക്കുമെല്ലാം ലക്ഷക്കണക്കിന് രൂപയാണ് ഈ മഹല്ലത്തിൽ നിന്ന് കളക്ട് ചെയ്ത് പറഞ്ഞയച്ചത്. ഇവിടത്തെ ആളുകളുടെ വിശാലമായ മനസ്സ്, ഇവിടത്തെ ആളുകൾ നൽകിയ സദഖ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സകാത്തിന്റെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ വർഷം ലഭിച്ചതിന് ഏകദേശം ഇരട്ടിയോളം തുക സകാത്തിനത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഫിത്ർ സകാത്തിൽ നിന്ന് അർഹതപ്പെട്ട ആളുകൾ മാത്രമേ അതിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ. ഇതെല്ലാം ഈ മഹല്ലത്തിന്റെ ഒരു അവബോധമാണ്. ഈ മഹല്ലത്ത് സംസ്കരിക്കപ്പെട്ടതിന്റെ അടയാളങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നിലനിർത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മഹല്ല് സംവിധാനത്തിൽ സാമ്പത്തികമായി ഇനിയും നമുക്ക് കെട്ടുറപ്പ് വേണം. അതിന് നമ്മുടെ മഹല്ലിന്റെ ഭാരവാഹികൾ നിങ്ങളുടെ വീടകങ്ങളിലേക്ക് കയറി വരുമ്പോ, നിങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോ നമ്മൾ തന്നെയാണ് നമ്മുടെ മഹല്ലത്തിനെ സഹായിക്കേണ്ടത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈദിന്റെ മുസല്ലയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി നിർവഹിച്ചിരുന്ന ഒരു സുന്നത്തുണ്ട്. ഈദിന്റെ മുസല്ലയിൽ നിന്ന് സ്വതക്ക സ്വീകരിക്കുക. ഇന്നത്തെ സ്വതക്ക വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനാണ്. നമുക്കറിയാം, ഈ ഇടവണ്ണയിലും പരിസര പ്രദേശത്തുമായി എത്രയോ കിഡ്നി രോഗികളാണ് ഡയാലിസിസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സീതി ഹാജി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ഒരു ഡയാലിസിസ് സെന്റർ ആണ് ഇടവണ്ണയിൽ ഒരുങ്ങുന്നത്. ഈ ഒരു തീരുമാനത്തിനും അതിന് മുന്നിൽ നിന്നവർക്കും അതിന് സഹകരിക്കുന്നവർക്കുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോഴും, അതോടൊപ്പം അതിനോട് സാമ്പത്തികമായി എന്തെങ്കിലും നൽകുക എന്നുള്ളതല്ല, കഴിവിന്റെ പരമാവധി നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള സംരംഭങ്ങളിൽ നമ്മുടേതായ ഭാഗധേയം നിർവഹിക്കണമെന്ന് ആത്മാർത്ഥമായി ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പെരുന്നാളിന്റെ സന്ദേശം നമ്മുടെ കുടുംബങ്ങളിലേക്ക്, സൗഹൃദങ്ങളിലേക്ക്, കാണാൻ കഴിയുന്നവരെ കണ്ടുകൊണ്ട്, വിളിക്കാൻ പറ്റുന്നവരെ വിളിച്ചുകൊണ്ട് സൗഹൃദത്തിന്റെ സന്ദേശങ്ങൾ, പെരുന്നാളിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുക. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദിന്റെ മുസല്ലയിലേക്ക് ഒരു വഴിയിലൂടെ കടന്നു വന്നാൽ മറ്റൊരു വഴിയിലൂടെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങിപ്പോയത് എന്ന് നമുക്ക് കാണാം. കൂടുതൽ ആളുകളെ കാണുന്നതിന് വേണ്ടി, കൂടുതൽ ആളുകളിലേക്ക് പെരുന്നാളിന്റെ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. ഈ രൂപത്തിൽ ഹറാമായ ആഘോഷങ്ങളിൽ നിന്ന്, ഹറാമായ രീതികളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്ന എല്ലാ ആഘോഷങ്ങളെയും സന്തോഷങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. നേടിയെടുത്ത തഖ്വ, ആർജിച്ചെടുത്ത വിശുദ്ധി ഈ ശവ്വാലിന്റെ പകലുകളിൽ, ഈ ഈദിന്റെ ആഘോഷങ്ങളിൽ നഷ്ടപ്പെടുത്താതിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാൻ മാസത്തിൽ നാം അനുഷ്ഠിച്ച നോമ്പും, അതുപോലെ തന്നെ നാം നൽകിയ സകാത്തും, നാം നൽകിയ സദഖകളും, നാം നിർവഹിച്ച എല്ലാ സൽപ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവേ നിന്റെ ഫള് കൊണ്ട്, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, അതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, കടബാധ്യതകൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവിധ പ്രയാസങ്ങളെയും നീ ദൂരീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ സന്തോഷത്തോടുകൂടി ഈദിൽ പുത്തൻ വസ്ത്രങ്ങളുമായി കൊണ്ട്, ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുവാൻ തയ്യാറെടുത്തുകൊണ്ട്, ഏറ്റവും നല്ല രൂപത്തിൽ ആഘോഷിച്ചുകൊണ്ട് കടന്നു വരുമ്പോ ഫലസ്തീനിൽ, ഗസയിൽ ഞങ്ങളുടെ കുഞ്ഞുമക്കൾ പ്രയാസത്തിന് മേൽ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ കരങ്ങൾ അല്ലാഹുവിലേക്ക് ഉയരണം. ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, സമീപസ്ഥമായ സഹായം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. സമീപസ്ഥമായ സഹായം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് കൺകുളിർമ നൽകുന്ന മക്കളാക്കി ഞങ്ങളെ നീ മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സമൂഹം, ഞങ്ങളുടെ യുവപദം ലഹരിയുടെ പിടിയിലാണ്. എന്ന് പഠിപ്പിച്ച മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായിട്ട് പോലും ലഹരിയുടെ പിടുത്തത്തിൽ നിന്ന് ഉമ്മത്ത് മുസ്ലിമയിലെ അംഗങ്ങൾ പോലും മോചിതരല്ലെങ്കിൽ ഞങ്ങൾ ഭയചകിതരാണ്. അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ലഹരിയുടെ കരാള ഹസ്തത്തിൽ നിന്നും ഞങ്ങളുടെ സമൂഹത്തെ നീ മോചിപ്പിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തെമ്പാടുമുള്ള സത്യവിശ്വാസികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുടെ കാൽപാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ വരും തലമുറകൾക്കും ഈ കലിമത്ത് തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിച്ചു മരിക്കാനുള്ള സൗഭാഗ്യം നൽകി ഞങ്ങളുടെ നാടുകളിൽ സമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ള
അനുഗ്രഹം ചൊരിയണേ റഹ്മാനെ, നിർഭയത്വം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. കുടുംബത്തെയും നാടിനെയും നശിപ്പിക്കുന്ന ശത്രുവാണ്. എല്ലാ ലഹരികളും പൈശാചികവും മ്ലേച്ഛവുമാണ്. മയക്കുമരുന്ന്, മദ്യം തുടങ്ങിയ എല്ലാ ലഹരികൾക്കുമെതിരെ ഞാൻ ശക്തമായി പ്രതികരിക്കും. ലഹരി കൊണ്ട് നാടിനെ നശിപ്പിക്കുന്നവർക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല. എന്റെ കുടുംബത്തിൽ ആരും ലഹരി ഉപയോഗിക്കുകയോ ഉപയോഗിക്കുന്നവരുമായി ചങ്ങാത്തം കൂടുകയോ ചെയ്യില്ല. ലഹരിയിൽ നിന്നും യുവതലമുറയെയും നാടിനെയും രക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.